നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പകുതി പിന്നിടുകയാണ്. മികച്ച പോളിംഗ് ആണ് സംസ്ഥാനത്ത് ഇന്ന്. ഉച്ചയോടെ പോളിംഗ് ശതമാനം 40% കടന്നത്. ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള കണക്ക് പ്രകാരം 47.9% പോളിംഗ്. ഈ ട്രെൻഡ് ഇങ്ങനെ തുടർന്നാൽ തീർച്ചയായിട്ടും അത് വൈകുന്നേരത്തോടുകൂടി 80% കടക്കുമെന്നാണ് സൂചന. എന്തായാലും UDFന് അനുകൂലമായൊരു തരംഗമാണ് ഈ പോളിംഗിലെ വർധനം എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രവചനം. എന്തായാലും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF തൂത്തുവാരുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയും പ്രവചിച്ചിരിക്കുകയാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരിന്റെ ഭരണം ഇന്ന് 6 മണിയോടെ അവസാനിക്കുമെന്നും ആന്റണി വ്യക്തമാക്കി. 10 വർഷത്തെ ജനദ്രോഹ നടപടികൾക്ക് കേരളത്തിലെ വോട്ടർമാർ കടുത്ത ശിക്ഷ നൽകാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയപ്പോൾ തന്നെ ദൃശ്യമായ ഭരണവിരുദ്ധ വികാരം വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടമായപ്പോഴേക്കും വലിയൊരു ജനരോഷമായി മാറി. 2001 ആന്റണി സർക്കാരിന്റെ വിജയത്തെക്കാൾ വലിയ വിജയമാണ് UDFനെ കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. SFI മുൻ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ഗണ്യമായ ഒരു വിഭാഗം ഇത്തവണ UDFന് വോട്ട് ചെയ്യും. കേരളത്തിൽ ഇടതുപക്ഷം നശിക്കാതിരിക്കണമെങ്കിൽ തുടർഭരണം ഉണ്ടാകാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്ന CPM അനുഭാവികൾ പോലും ഇത്തവണ UDFനെ പിന്തുണയ്ക്കും. കേരളത്തിന്റെ മണ്ണിൽ BJPക്ക് വേരോട്ടം കിട്ടാൻ പ്രയാസമാണെന്നും അവർക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ലെന്നും ആന്റണി പറഞ്ഞു. തിരുവനന്തപുരത്ത് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം പ്രതിഷേധ സൂചകമായി കറുപ്പണിഞ്ഞാണ് പോളിംഗ് ബൂത്തിലെത്തിയത് ചാണ്ടി ഉമ്മൻ. പിതാവ് ഉമ്മൻചാണ്ടിയെ സർക്കാർ വേട്ടയാടിയെന്നും ഇന്ന് ഏറ്റവും വേദനയുള്ള ദിവസമാണെന്നും ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പണിതീരാത്ത മിന്നൽ സിവിൽ സ്റ്റേഷന് ഉമ്മൻചാണ്ടിയുടെ പേരിട്ടു. ഇങ്ങനെ തങ്ങളെ അപമാനിക്കണോ എന്നും ചാണ്ടി ഉമ്മൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പുതുപ്പള്ളി ജോർജിയൻ പബ്ലിക് സ്കൂളിലെ 140 നമ്പർ ബൂത്തിലെത്തിയാണ് അമ്മ മറിയാമ്മ ഉമ്മനൊപ്പം സഹോദരി മറിയയ്ക്കുമൊപ്പം ചാണ്ടി വോട്ട് രേഖപ്പെടുത്തിയത്. പുതുപ്പള്ളിയും കേരളവും ഇടതുപക്ഷ സർക്കാരിന്റെ വോട്ട് രേഖപ്പെടുത്തുന്ന ദിവസമാണെന്ന് പല പ്രതിഷേധങ്ങളുമുണ്ട്. എൻ്റെ പിതാവിനെ അന്യായമായി 9 വർഷക്കാലം ഈ സർക്കാർ വേട്ടയാടിയത് മാത്രമല്ല അതിന് നേതൃത്വം നൽകിയവരെ സംരക്ഷിക്കുന്നു. ഇതിനെതിരെ പ്രതിഷേധമാണിത്. ഒരു സംശയവും വേണ്ട. പുതുപ്പള്ളിയുടെ മനസ്സിൽ, കേരളത്തിന്റെ മനസ്സിലേറ്റ മുറിവാണ്. ആ വേട്ടയാടൽ ഞങ്ങളോടും മണ്ഡലത്തോടുമുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് തരാതെ വേട്ടയാടപ്പെടുന്നു. വികസന പ്രവർത്തനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. അതിനുള്ള പ്രതിഷേധം കൂടിയാണിത്. പാലങ്ങൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ നിർത്തിയെടുത്ത് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. പണിതീരാത്ത സിവിൽ സ്റ്റേഷൻ എൻ്റെ പിതാവിൻ്റെ പേരിട്ടു. ഇങ്ങനെ ഞങ്ങൾ അപമാനിക്കണോ? പണിതീരാത്ത സ്ഥാപനത്തിന് അദ്ദേഹത്തിൻ്റെ പേരിടണോ? അദ്ദേഹത്തിന് മരണശേഷവും ഞങ്ങളെ വേട്ടയാടുകയാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്തായാലും സംസ്ഥാനത്ത് പോളിംഗ് വർദ്ധിക്കുകയാണ്. ജനങ്ങൾ, നമുക്കറിയാം, വളരെ ചൂടുള്ള സമയമാണ്. ഈ ചൂടുള്ള സമയത്ത് ഉച്ചയ്ക്ക് പോലും പോളിംഗ് ബൂത്തുകളിൽ വളരെ തിരക്കുണ്ട്. എന്തായാലും ഈ ട്രെൻഡ് തുടർന്നാൽ തീർച്ചയായും അത് 80% എന്ന് പറയുന്ന പോളിംഗിലേക്ക് എത്തും. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും അധികം പോളിംഗ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് UDFന് അനുകൂലമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾ ഒന്നടങ്കം ഭരണവിരുദ്ധ വികാരം തങ്ങളുടെ വോട്ടായി രേഖപ്പെടുത്താനാണ് എത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സംസ്ഥാനം ഇന്ന് പോളിംഗ് ബൂത്തിലേക്കാണ്. അടുത്ത മാസം 4-ാം തീയതി കേരളം ആർക്കൊപ്പമെന്നും ആര് തങ്ങളെ ഭരിക്കുമെന്നുമുള്ളതിൻ്റെ ഉത്തരം നമുക്ക് ലഭിക്കും.